ഹായ്, ഇറ്റ്സ് മീ ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ലവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രണയം ഒക്കെ വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണത്? നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലേ. അതായത് നമ്മളൊരു പാർട്ട്ണറായി നമുക്ക് ഇണയായിട്ട് ലഭിക്കുമ്പോൾ അല്ലേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെ നമുക്ക് ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് അറേഞ്ച്ഡ് മാരേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ലവ് മാരേജ് ഒക്കെ ഉള്ളവരുണ്ടാകും അല്ലേ. ഏത് മാരേജ് ആയാലും എന്താണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും ക്യാരക്ടറുകളിൽ, രണ്ടുപേരും ഡിഫറെൻറ്റ് ജീവിത സാഹചര്യത്തിൽ നിന്നും വന്നവരായിരിക്കാം. അപ്പോൾ അത് കുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേണ്ടി വരും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ പോരാ, രണ്ടുപേരും വേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ എത്ര ടൈം നിങ്ങളുടെ പാർട്ട്ണറെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലേ? കുറച്ച് സമയമായിരിക്കില്ലേ. ഗൾഫിലുള്ളവരാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വിളിക്കൂലേ അവരുടെ ഒരു ഫ്രീ ടൈമിൽ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആയാലും ജോലി തിരക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും പറയണ്ട, ഫോൺ അല്ലേ, വീട്ടിൽ വന്നാൽ ഫോൺ അല്ലേ, ഏത് സമയം ഫോണാണ് കയ്യിൽ, അല്ലെങ്കിൽ TV. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മൾ അതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ക്വാളിറ്റി ടൈം നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക സ്നേഹം, നമ്മുടെ ഒരു ബന്ധം അവിടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മക്കളുടെ മുന്നിലായാലൊക്കെ നല്ലൊരു സ്നേഹം നമുക്ക് കാണിക്കാനൊക്കെ ഉള്ളൊരു ടൈമാണിത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നല്ലൊരു ദാമ്പത്യം വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആദ്യം വേണ്ടത് നമുക്ക് സ്നേഹം തന്നെയാണ്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ലൊരു പരിഗണന, അല്ലെങ്കിൽ കെയറിങ്, അതൊക്കെ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആയാലും നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പാർട്ട്ണറുടെ കൂടെ ചെയ്യുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കുമല്ലേ. ഒരാൾ ഒരെണ്ണം ചെയ്യുന്നു, ഒരാൾ മറ്റേ കുക്കിംഗ് ചെയ്യുന്നു, അപ്പോൾ അരിയാൻ ഒരാൾ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഡിസ്കഷൻസ് വരുന്നു, ഓപ്പണായിട്ട് സംസാരിക്കുന്നു, അത് കമ്മ്യൂണിക്കേഷനിലെ കൂടുതൽ ഉണ്ടാകുന്നു. പിന്നെ അതിന് നല്ലൊരു ടേസ്റ്റുള്ള ഫുഡായിട്ട് വരുമ്പോൾ അതിനുള്ള അഭിപ്രായങ്ങൾ, അപ്പോൾ അത് ഭയങ്കര എൻജോയബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ചിലവർ ഇതിനോടൊന്നും യോജിക്കാത്തവരുണ്ടാകില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് നമ്മുടെ പാരൻസൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലി കഴിഞ്ഞ് വന്നാൽ എല്ലാം അമ്മമാരെല്ലാം ഒരുക്കി വെച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പം രണ്ടുപേർക്കും ജോലി ഉള്ളത് കാരണം രണ്ടുപേരും എല്ലാം ഷെയർ ചെയ്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ മക്കളുടെ മുന്നിലൊക്കെ നമ്മൾ നല്ലൊരു പാരൻസ് ആയിട്ടില്ലേ വേണം നമ്മൾ നിൽക്കാനായിട്ട്. കാരണം നല്ലൊരു സ്നേഹമുള്ള പാരൻസ്, നമുക്ക് അവരുടെ മുന്നിൽ നെറ്റിയത്തൊക്കെ നമ്മുടെ പാർട്ട്ണറെ കിസ് ചെയ്തുകൊണ്ടായാലും, അതുപോലെ തന്നെ അല്ല കൈ പിടിച്ച് നടന്നുകൊണ്ടായാലൊക്കെ നമ്മൾ അവർക്ക് മുന്നിൽ ഒരു റോൾ മോഡൽ ആവണം എന്നുള്ളതാണ്. എങ്കിലും അവരും ഈ ഭാവിയിൽ അവരുടെ റിലേഷൻഷിപ്പൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ ലൈഫിലും ആ ഒരു ക്ഷമാശീലം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടുപേർക്കും. എപ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതെ ഒരാളെങ്കിലും ഒരു ക്ഷമ അല്ലേ, ഒരാൾ നല്ല അവിടെ ഭയങ്കര റേസ് ആകുന്ന സമയത്ത് ഒരാളെന്തെങ്കിലും കുറച്ച് കാമായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും